അന്ധഗോലാങ്കുല ന്യായം. ഇവിടെ അന്ധനും ഗോലാങ്കുലവും തമ്മിൽ ബന്ധം. ഗോലാങ്കുലത്തെ പശുവിൻ്റെ വാല് നടത്തും. അത് ഒരു കഥയോ അല്ലെങ്കിൽ സന്ദർഭത്തെയോ ഉണ്ടാക്കി പറയാൻ കണ്ണ് കാണാത്ത ഒരാൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഗ്രാമത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അയാൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലം പറഞ്ഞപ്പോൾ ദുർബുദ്ധിയായ ഒരാൾ, ആളിലെ വഞ്ചിക്കിടന്ന് വിചാരിക്കുന്ന ഒരാൾ ഈ അന്ധനോട് പറഞ്ഞു, ഈ പശു, ഒരു പശുവിനെ തൊട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ആ ഗ്രാമത്തിലേക്ക് പോകുന്ന പശുവാണ്. മുമ്പ് കാലത്ത് പശുക്കളൊക്കെ മേയാൻ വേണ്ടി കയറില്ല കെട്ടഴിച്ച് വിടുക ചെയ്യാം. വൈകുന്നേരം ആകുമ്പോൾ അതാത് യജമാനൻ്റെ ആലകളിൽ എത്തിപ്പോളും. വളരെ മുമ്പുള്ളതാണ്. ഇതേപോലെ കെട്ടിയിട്ട് തീറ്റിക്കല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ പശു എന്ത് ചെയ്യും? അതിൻ്റെ ഗ്രാമത്തിൽ പോയി അവിടത്തേക്കാണ് ഈ പശുവിന് പോകേണ്ടത്. അതുകൊണ്ട് ഈ പശുവിൻ്റെ വാലിൽ പിടിച്ചാൽ മതി. കാരണം ഗോലാങ്കുലത്തെ വാലാണ്. ഗോലാങ്കുലല്ല, ആങ്കുലത്തെ വാല്, പശു. അപ്പോൾ ഈ പശുവിൻ്റെ വാലിൽ പിടിച്ചാൽ മതി. അപ്പം എന്ത് ചെയ്യും? അത് പോകുമ്പോൾ അതിൻ്റെ കൂടെ പോകാനാണ്. ഇങ്ങനെ സാധുവായ വെള്ളത്തിൽ ആലോചന ഇല്ലാത്ത ഒരാളെ പറഞ്ഞു പറ്റിക്കാൻ സാധു ഈ പശുവിൻ്റെ വാല് പിടിച്ചു. ഇപ്പോൾ ആ പശു വാല് പിടിച്ച് ഞാൻ അതിന് ഇഷ്ടമില്ലല്ലോ. അതെല്ലാം കൂടി ബഹളം കൂടി ലോപിച്ച് ഓടി. അന്ധൻ കുറേ മുറിവൊക്കെ ശരീരത്തിന് പറ്റി വഴിക്ക് വീണു. അങ്ങനെ കഷ്ടത്തിലായി നടത്തും. അപ്പോൾ ഈ ന്യായത്തിൻ്റെ താല്പര്യം ദുഷ്ടന്മാരും വിവേകമില്ലാത്തവരും പരദ്രോഹം ആഗ്രഹിക്കുന്നവരായുള്ള വാക്കൊക്കെ കേട്ട് പ്രവർത്തിച്ചാൽ ഇത് വിഷമമുണ്ടാവുന്നതാണ്. അതിനുള്ള ന്യായമാണ് അന്ധഗോലാങ്കുല ന്യായം. അന്ധനായ ഒരാൾ പശുവിൻ്റെ വാലിൽ പിടിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ഉണ്ട്. അപ്പം അന്ധനാണെങ്കിൽ കണ്ണ് കാണുന്നില്ലെങ്കിൽ ഇതൊക്കെ ആലോചിച്ച് മനസ്സിലാക്കാലോ ഒരാൾക്ക്. അത് മനസ്സിലാക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ കണ്ണിന് മാത്രമല്ല, അന്ധത്വം, ബുദ്ധിക്ക് കൂടി അന്ധത്വം ബാധിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് കേവലമായിട്ട് പശുവിൻ്റെ വാലും അന്ധനെന്നുള്ള ബന്ധമല്ല. നമ്മളൊക്കെ ഇതുപോലെ ആരുടെയെങ്കിലും ഉപദേശം കേട്ട് കാര്യാകാര്യങ്ങളെ പറ്റി വേണ്ടത്ര വിവേചനം ചെയ്യാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പശുവിൻ്റെ വാല് പിടിച്ച അന്ധനെ പോലെ കഷ്ടത്തിലാവും താല്പര്യം.